ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇതാ ശനിയാഴ്ചയാണ്. അപ്പം നിങ്ങളെല്ലാവരും വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും തൃശ്ശൂരാകെ വെള്ളത്തിലാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ വെള്ളം പൊങ്ങിയാലും നമ്മളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു കേട്ടോ. അത് തെറ്റായിരുന്നു എന്നുള്ളത് ഇന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എപ്പോഴും വെള്ളപ്പൊക്കം എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഷോ എങ്ങനെയാണ് അവിടെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയുണ്ട്. പക്ഷേ ആ മഴ സാധാരണ കാണാനായിട്ട് നല്ല രസം. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്ന് ആ മഴയൊക്കെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് അകത്ത് കയറി ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യം, ഞാൻ രാവിലെ ആദ്യം ചെയ്യുന്ന പണി അതാണല്ലോ. അപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചൻ ഇവിടെ ഉണ്ട്, എല്ലാവരും എണീറ്റുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇങ്ങോട്ട് ഡൈനിങ് റൂമിലേക്ക് വന്ന് നമ്മളുടെ ബുക്ക് എടുത്തതും നോക്കിയപ്പോൾ നിറച്ച് വെള്ളം വീഴുക. എവിടെ ഒന്നും മനസ്സിലാവണില്ല. അപ്പോഴത്തേക്കും ഞാൻ ഡോണിനെ വിളിച്ച്, ഡോൺ എവിടുന്നോ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഡിവൈനും കുട്ടികളും താഴെയുണ്ട്, ഡിംപിളും മോനും താഴെയുണ്ട്. അപ്പോൾ ഡോണാണ് ആദ്യം കയറിയത്. ഡോൺ കയറി. അപ്പോൾ എൻ്റെ വിചാരം മുകളിൽ മറ്റേ ഗ്ലാസ് ഉണ്ട്, അതെങ്ങാനും പൊട്ടിയിട്ടുണ്ടാവുന്ന. അങ്ങനെ ഡോൺ ഓടി ചെന്ന് ഡാഡി ഓടി വായോ എന്നൊന്ന് നോക്കി. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സിറ്റ് ഔട്ടിലെ ആ ഫുൾ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്ന് അടിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വിചാരിച്ചതാണ് ഒന്ന് കയറി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല, മനസ്സിൽ നിന്ന് അത് വിട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല, നമ്മളുടെ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന അറിയില്ലായിരുന്നു. ഇവിടെ നിന്ന് ഫുള്ള് വെള്ളം വാതിലിൻ്റെ ഇടയിൽ കൂടെ അകത്ത് കയറി മുകളിലത്തെ ഹാളിൽ നിന്ന് കോണി വഴി ചാടി ചാടി വെള്ളം മൊത്തം ഹാളിൽ നിന്ന് അങ്ങോട്ട് പടർന്ന് വാതിലിൻ്റെ ശരിക്കും ആ ദിവാൻ്റെ അവിടം വരെ അങ്ങോട്ട് എത്തി. എന്താ പറയുക, മുകളിൽ നിന്ന് ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വീണുകൊണ്ടിരിക്കുക. ഡൈനിങ് ടേബിളിൻ്റെ ചെയർ മൊത്തം നനഞ്ഞ് കുതിർന്നു. ആകെ ഒരു എന്താ പറയുക, അപ്പോഴേക്കും തോമു എണീറ്റു. അപ്പോൾ തോമുവിന് വെള്ളത്തിൽ കളിക്കണം. അപ്പോൾ ഞാൻ തോമുവിനെ കൈ പിടിച്ച് അവിടെ നിർത്തിക്കാൻ, അവനെ കരയിച്ചിട്ട് കാര്യമില്ല, വെള്ളത്തിലാണ് നിൽക്കണത്. താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഡിംപിളിന് 3 കുട്ടികളെയും കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ മുകളിൽ പിടിച്ച് നിർത്താമെന്ന് വെച്ചാൽ. അപ്പോൾ അതേ റോട്ടിലത്തെ വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏത് വശത്തു കൂടെ നോക്കുമ്പോഴും വെള്ളം നിൽക്കില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും ഈ മറ്റേ ജലനിധി വരെ കിണറ്റിലേക്ക് ഇടുന്ന ഒരു സംഭവമുണ്ട്, അതിൻ്റെ ആ പൈപ്പ് മുറിച്ചു. കാരണം ആ നേരത്തെ ഇറങ്ങിപ്പോയിട്ട് അത് തിരിക്കാനൊന്നും പറ്റില്ല. അത് ടാപ്പ് മുറിച്ചിട്ട് അതിലത്തെ വെള്ളവും ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് എന്തെന്നാ പറയുക, ഡിവൈനും ഡാഡിയും ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പൈപ്പ് ക്ലിയർ ചെയ്യാനായിട്ട് നിന്നു. ഡിവൈനും ഡാഡിയാണ് കംപ്ലീറ്റ് അടിച്ച് മാറ്റിയത്. മുകളിലത്തെ താഴത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഡിംപിളും ഡിവൈനും കൂടിയിട്ട് കംപ്ലീറ്റ് അടിച്ചു. ഡാഡിയാണ് ഒപ്പം നിന്നത് കേട്ടോ. ഡോണിനെ കൊണ്ട് എന്നെ കൊണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇത്തിരി കുറവാണ്. ഞാൻ ചൂലെടുത്ത് അടിച്ചെങ്കിലും ഡാഡി പറഞ്ഞു വേണ്ട, ഇനി വല്ലതും വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നു. അങ്ങനെ പരിയപ്പുറത്ത് ഇറങ്ങിയപ്പോൾ അവിടെ അതേ വെള്ളം കെട്ടി നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പാത്തിയുടെ ഉള്ളിൽ നിറച്ച ഇല തടഞ്ഞിട്ട് ആ വെള്ളം മൊത്തം ഓവർഫ്ലോ ചെയ്തിട്ട് വീണ് കിടക്കാം. അപ്പം ഞാൻ സാധാരണ പറയാറില്ലേ, നമ്മളുടെ വീട്ടിൽ മരങ്ങളില്ലെങ്കിലും മരങ്ങൾ ചുറ്റുമുള്ളതല്ല. അപ്പോൾ എവിടെന്നെങ്കിലും ഇല വീഴുകയും ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുക, അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ ഇവിടത്തെയും വെള്ളം മുഴുവൻ ഒരുവിധമൊക്കെ അടിച്ച് കളഞ്ഞപ്പോൾ പട്ടികളാന്ന് വെച്ചാൽ ഈ വലിയ മഴ പെയ്യുമ്പോൾ ഈ ഷീറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ പടപടപടാന്നുള്ള ഒച്ച കേൾക്കും. ഈ ഒച്ച കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് ചിന്തൂര് കിയയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ശരിക്കും ഒരു മണിക്കൂറോളം നിന്ന് പെയ്തു കേട്ടോ മഴ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ റോട്ടിൽ മൊത്തം വെള്ളം ബ്ലോക്കായി നിൽക്കുക. എല്ലാവരും പുറത്ത് ഇറങ്ങി, റോട്ടിൽ നിറച്ച് കുറേ പേര് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തോമു കരച്ചിലും ബഹളം തുടങ്ങി. അപ്പോൾ തോമുവിനെ ആദ്യം കൊണ്ടുവന്നാക്കിയിട്ട് അവ അടുത്ത പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ പാച്ചും ചാക്കോച്ചനും കിച്ചണിൽ അവിടെ ഹൈ ചെയർമി ഇരുന്നു കേട്ടോ. അങ്ങനെ തോമുവിനെ ഇതേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ട് വരുമ്പോഴാണ് ഡോൺ പറഞ്ഞത് അവിടെ റോട്ടിലൊക്കെ ഫുൾ വെള്ളം കയറിയിട്ടുണ്ട്, പുറത്തൊക്കെ ആൾക്കാർ അവിടെ എന്തൊക്കെയോ ബ്ലോക്ക് ചെയ്യണമൊക്കെ. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം നേരെ പോകുന്നത് നമ്മളുടെ താഴേക്ക് ആ പരിസരത്തേക്ക്. അപ്പോൾ അവിടെ എല്ലാ വീടുകളിലേക്കും വെള്ളം കയറണം. അതായത് ഇവിടെ കാനയൊന്നുമില്ല, അപ്പോൾ എവിടെയും ബ്ലോക്കായി നിൽക്കാനില്ല. അപ്പോൾ അവർ നമ്മുടെ അപ്പുറത്തെ പറമ്പിൻ്റെ മുമ്പിലായിട്ടൊരു ബണ്ട് പോലെ കെട്ടിയിട്ട് വെള്ളം അവിടെ തടഞ്ഞു നിർത്തി. നമ്മളുടെ വശത്ത് നിന്ന് പിന്നെ നമ്മുടെ അവിടേക്കല്ലേ വരിക. അങ്ങനെ അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള ചർച്ചയാണ് കേട്ടോ. കാരണം താഴേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടമാനം വീടുകളുണ്ട്. അപ്പോൾ ഈ ഫോഴ്സിൽ ഈ വെള്ളം മൊത്തം പോയി കഴിഞ്ഞാൽ അവരുടെ വീടുകളുടെ ഉമ്മറത്തേക്കൊക്കെ അല്ലേ കയറുക. അപ്പോൾ അത് ഭയങ്കര വിഷമല്ലേ. അങ്ങനെ പൊട്ടിച്ച് അവിടെ വെച്ച് തടഞ്ഞു നിർത്തിയപ്പോൾ വെള്ളം മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. അവിടെ റോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാം നിറച്ച് വെള്ളമാണ്. അപ്പോൾ ഈ പറമ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിറച്ച് വെള്ളം കിടക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വറ്റിപ്പോവും. കാരണം
കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മതിലിനൊക്കെ പ്രശ്നമാണ്. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഡിംപിൾ പനക്കലിലേക്ക് പോവുകയാണ്. മോൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻസൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിംപിളും ഇന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ഇത് ശരിക്കും ഉച്ച തിരിഞ്ഞാണ് ഒരുവിധം കസേരകളൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതന്നെ വലിയൊരു ആശ്വാസമാണ്. കമ്പിൾ ഉണങ്ങാനും എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ഡിംപിളിനെ കൊണ്ടാക്കാനായിട്ട് ഡിവൈനും കുട്ടികളും ഡോണും കൂടി തോമുമില്ല ഡോണും കൂടിയിട്ടാണ് പോയത്. വരുമ്പോഴാണ് തോമുവിനെയും കൊണ്ട് അവർ തിരിച്ച് വന്നത്. അപ്പോൾ ഞാനും ഡാഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് സുഖമായിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. കാരണം ഇന്നത്തെ കാലത്തോട്ട് സംഭവം ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആകെ കൂടി ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ദിവസം ആയിരുന്നില്ല ഇന്ന് കേട്ടോ. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞു. എന്താ പറയുക, അവർക്കുള്ള ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടി. അവർ കൂടിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല, കൂടിൻ്റെ ഉള്ളിൽ എന്നെ എടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് അവിടെ മൂത്രമൊഴിച്ചിടും. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുകി അവർക്ക് കിടക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും തുറന്നിട്ട് അവരിങ്ങോട്ട് വിളിച്ച് പുറത്തേക്ക് ഇറക്കും. അപ്പോൾ കീക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷീറ്റുമ്പോൾ വെള്ളം വീണ ഒച്ച കേട്ടാൽ അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾ ഗേറ്റ് തുറക്കുക എന്നുള്ള രീതിയിൽ വന്ന് അവിടെ നിൽക്കും. ഇതിപ്പോൾ ചിന്തുവാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഇതേ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ പെഡിഗ്രി ഇവർ കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ഞാനിത് മൊത്തം പൊടിച്ചിട്ട് അതിൽ കൂടെ അവർക്ക് കറികളുടെ ബാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ നിറച്ച് ഭയങ്കര കൊതുവിൻ്റെ ശല്യം. ഇപ്പോൾ കുഞ്ഞു കൊതു കാണില്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും ഒന്ന് പുകയ്ക്കും. അപ്പോൾ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തത് കേട്ടോ. ഇത് നല്ലൊരു സാധനം കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതിപ്പോൾ നമ്മൾ വേഫറിൻ്റെ മറ്റേ കോഫി ഗ്ലാസ്സിൽ അതുപോലെ ഇത് ഫുള്ള് കത്തുന്ന സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇത് നിന്ന് കത്തും. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ കത്തിച്ചിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെച്ചോളൂ. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഇതുപോലെ ഒരു കനലില്ലാത്ത ഒരു വെറുതെ ഇതിൽ വെച്ചു. അത് അടിയിൽ മറ്റേ പുല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കത്തിപ്പിടിച്ചു കിട്ടും. അപ്പോൾ ഞാൻ ഇതൊക്കെ കൊതുക് തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഡിവൈനൊക്കെ എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഊണ് കഴിഞ്ഞു. ഊണിനെന്ന് പറഞ്ഞാൽ ഇന്നലെ ഡിംപിൾ വെച്ച കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡാഡി ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോറും ആ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മീൻ മാത്രം എടുത്ത് വറുത്ത് ഊണ് കഴിഞ്ഞ് ഞാനും ഡാഡിയും ഡോണും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. കാരണം എന്താ പറയുക, കുറേ ടോപ്പിക് ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അവർ കിടന്നതിന് ശേഷം ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഡിവൈൻ നേരത്തോടെ കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇവർക്കുള്ള പരിപാടികൾ അവളെ കിയ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എനിക്കിന്ന് അലക്കാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വലിയ നല്ല സുഖമുള്ള ദിവസം ആയിരുന്നില്ല. എന്നാലും വലിയ നമ്മളാണല്ലോ നമുക്ക് സുഖമാണോ ദുഃഖമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് കയറി ഓരോ ഭാഗം ക്ലിയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ബിരിയാണി പോട്ട് ഇപ്പോഴും ഇരിക്കേണ്ടല്ലോ എന്ന്. സത്യമാണ്, അത് എടുത്ത് വെക്കാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ല. നാളെ മിക്കവാറും അത് എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നടക്കുമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് അതിൻ്റെ ബോക്സിൽ ഇട്ടിട്ട് അപ്പുറത്തേക്ക് വെക്കണം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞു. പക്ഷേ ഇന്ന് കുറേ ലേറ്റായി. ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് ബിഗ് ബോസും കണ്ട് അതിൻ്റെ ബിഗ് ബോസ് അവിടെ വെച്ചു എന്നുള്ളൂ. നമ്മളിരുന്ന് സംസാരിച്ച ഓരോ വിശേഷങ്ങൾ. നാളെ ഞായറാഴ്ചയല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെ എണീറ്റിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. സമയം എത്രയായി 11:30 അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 12:15 12:30 ആവാറായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ പറഞ്ഞാലും എൻ്റെ സമയം ഈ സമയത്തേക്കായി തീരും. അപ്പോൾ അത് എന്താ പറയുക, നിവൃത്തിയില്ല. എന്നിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 3 ബോക്സ് നിറച്ച ഓർണമെൻറ്റ്സാണ് പേള് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ ഞാൻ ഇന്നലെ എടുത്തു നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇന്ന് എടുത്തു. പക്ഷേ ഇന്ന് കുറച്ച് എടുത്തു വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ. എനിക്ക് പറ്റണില്ല അങ്ങനെ ഇരുന്നിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തൽക്കാലം എടുത്തു. കാരണം ഇത് എടുക്കാണ്ട് പെട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ ഫോട്ടോസൊക്കെ അയച്ചിട്ട് വേണ്ടേ. നമ്മൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എടുക്കാണ്ട് നിവർത്തിയില്ല. അപ്പോൾ ഞാൻ മെനക്കെട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഒരു 12:30 ആയി. ഇപ്പോൾ 12:45 ആയിട്ടോ. 12:30 ഇപ്പോൾ നിങ്ങൾ കണ്ടോ, 12 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം കുറച്ചായി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്ത് ബാക്കിയൊക്കെ നമുക്ക് നാളെ ആവാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം ഫോട്ടോസ് എടുക്കും. വീഡിയോ എടുക്കുന്നത് ചാനലിലേക്കും ഫോട്ടോസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫോൾഡർ ആക്കിയിട്ട് സെൻഡ് ചെയ്ത് തരാനും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ കണ്ടാലും ഇതിൻ്റെ വീഡിയോ കാണണമെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ മാറ്റി വയ്ക്കും. പക്ഷേ ഈ വീഡിയോ എന്താ ദോഷം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീഡിയോസൊക്കെ എടുക്കുക, മിണ്ടാണ്ടിരുന്നിട്ടല്ലല്ലോ. അപ്പോൾ നമ്മളത് അയച്ചു കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ ആ ശബ്ദം ഉണ്ടാവും. അപ്പോൾ എന്താണ് ചിലപ്പോൾ നമ്മൾ വീട്ടുവിശേഷം പറയുന്ന സമയം
പക്ഷേ ഇങ്ങനെയാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. നമ്മൾ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് 2-3 വട്ടം കേട്ടിട്ടാണ് ഞാനത് സെൻഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ആ നേരത്ത് അത് മ്യൂട്ട് ചെയ്യാനും എടുക്കാനും അങ്ങനെയുള്ള പണികളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ വീഡിയോസ് ഒഴിവാക്കും. പിന്നെ അത്യാവശ്യം വേണ്ടവർ ചോദിച്ചാൽ മാത്രം ഞാനത് അതുപോലെ ശ്രദ്ധിച്ച് രണ്ടാമത് എടുത്തിട്ടൊക്കെയാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സംഭവം, പേളും റെഡും കൂടിയിട്ട്. അപ്പോൾ അതിൽ പേളും ഗ്രീനും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഗ്രീനും റെഡുമായിട്ട്. ഇത് പേളും റെഡുമായിട്ട് നല്ലൊരു മാലയാട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇത് റയർ കോമ്പിനേഷനാണ്, റെഡായിട്ട്. കോറലും പേളൊക്കെ വരുമെങ്കിലും റെഡ് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇത് 2 ലെയറുള്ള 10 പിടി മാലയാണ്. നല്ല നീളത്തിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാൻ പറ്റിയ ഒരു മാലയാട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തലയാണ്, ലക്ഷ്മിയും വരും തലയും വരും. ക്രിസ്ത്യൻസിന് അധിക ഭാഗം എന്താ പറയുക പേള് യൂസ് ചെയ്യണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ലക്ഷ്മി എടുക്കാണ്ട് പേളിന് ഈ തലയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് ശരിക്കും ഒരു കോയിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ മാലയാട്ടോ. ഇതും അതെ 10 പിടിയുടെ മാലയാണ്, നല്ല നീളമുള്ള മാലയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതോട് കൂടിയിട്ട് ഞാൻ വിചാരിച്ചു മതി, ഇനി നാളെ ആവാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരിക്കും വയ്യാണ്ട്. ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര തരം പേളാണ് ഞാൻ കാണിച്ചത്. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ബിസിനസ്സും എടുത്തു കൊടുക്കലും കാണിക്കലും എല്ലാം കൂടി നടക്കണ്ടേ, അഡ്രസ്സ് എഴുതലും പാക്കിങ്ങും ഒക്കെ വേണ്ടേ. അപ്പോൾ എനിക്കും ഡാഡിക്കും ശരിക്കും 10:45-11 മണി വരെ ഉള്ള പണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച് മനഃപൂർവ്വം നിർത്തിയതാണ്, കാരണം എനിക്ക് വയ്യാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബോറടിച്ച് തുടങ്ങി, ഒരനക്കവും ഇല്ല വീട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു മതിയാക്കാം, ഈ ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല, ഉച്ചയ്ക്ക് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ അത് കണ്ടു, മണി 12 മണിക്കാണ് എൻ്റെ ഇവിടുത്തെ പരിപാടികൾ കഴിയണത്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിക്കും 12:45 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് അല്ല, മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 15 മിനിറ്റും കൂടി. അത് കഴിഞ്ഞാൽ ശരിക്കും 1 മണിയാവും ഞാൻ ഉറങ്ങുമ്പോൾ. പിന്നെ രാവിലെ എണീറ്റിട്ട് പിന്നെ വീണ്ടും നമ്മളുടെ കാര്യങ്ങൾ തുടങ്ങുക. അങ്ങനെ എന്താ പറയുക, ഇന്ന് തിരക്കേടില്ലാത്തൊരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.